മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. ദൈവത്തിന് സ്തോത്രം. എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളാണ് പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന എന്നിവ. നാലായാമം 3 മണി മുതൽ 6 മണി വരെ. ഈ പ്രഭാത പ്രാർത്ഥനയുടെ പ്രാധാന്യത, ഈ നാലായാമത്തിലാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർ കടലിൽ അലഞ്ഞു വലഞ്ഞപ്പോൾ, മറുകര കാണാൻ കഴിയാതെ ഭാരപ്പെട്ടപ്പോൾ അവരുടെ അരികിലേക്ക് കടന്നു വന്നത്. പ്രത്യേകിച്ച് 3-നും 5-നും ഇടയിലുള്ള പ്രാർത്ഥന, അതായത് ഒരു 3 മണിക്ക് മുതലേ തുടങ്ങുന്നത് നല്ലതാണ്. എന്നാൽ മനുഷ്യന് ഉറക്കവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു 4:30 മണി മുതൽ ഒരു 6 മണി വരെയെങ്കിലും കർത്തൃസന്നിധിയിൽ ഇരുന്നിട്ട് ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. വിശുദ്ധ ബൈബിളിലെ 1-ാമത്തെ വചനം, ആദിയിൽ ദൈവം. അതെ, ഓരോ ദിവസത്തിൻ്റെ ആദിയിൽ ദൈവത്തോടുകൂടെ സൂര്യോദയത്തിന് മുന്നോടിയായി നീതി സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തോട് സംസാരിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ആ സ്വർഗീയ ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, അതിനുശേഷം സ്തുതിഗീതങ്ങൾ ആലപിച്ച്, വചനം ധ്യാനിച്ച്, കുടുംബത്തെയും അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിച്ചാൽ ആ ക്രിസ്തീയ ജീവിതം ഏറ്റവും വിജയകരമായിരിക്കും. അതിനായിട്ട് സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.